നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ എ സി ഇട്ട് ഓടിക്കുന്ന സമയത്ത് മൈലേജ് നന്നായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു മാനുവലിൽ അല്ലെങ്കിൽ ഒരു എ സി ഇടാതെ ഓടിക്കുന്നതിന് അത്രയും തന്നെ മൈലേജ് നമുക്ക് എ സി ഇട്ട് ഓടിച്ചാലും കിട്ടും എന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് സാജ് 224 ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഞാനൊരു മൈലേജ് ഡിഫറൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിലാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എ സി ഒരു മെയിൻ ഫാക്ടർ തന്നെയല്ലേ? എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു ഹൈവേ റോഡിൽ എ സി ഇട്ട് ടോപ്പ് ഗിയറിൽ നമുക്ക് ഒരു കട്ട പെട്രോളിൽ നല്ല ദൂരം പോകാം. ബട്ട് അതേ കട്ട പെട്രോളിൽ എ സി ഇട്ട് സിറ്റി ഡ്രൈവ് ആണെങ്കിൽ അത്രയും ദൂരം പോകില്ല. ബട്ട് എ സി ഓഫാക്കി സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ഏകദേശം ഹൈവേയിൽ പോകുന്ന അത്രയും ദൂരം നമുക്ക് കിട്ടും. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് പറയാമോ? ഷുവറായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു ഫാക്റ്റ് തന്നെയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈവേയിൽ പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ടൊരു കാര്യം ഫിഫ്ത്ത് ഗിയറിലാണ് പോകുന്നത്. ഓവറായിട്ട് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കൂടുതൽ എയറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് വാഹനം അത്യാവശ്യം സ്പീഡിലായിരിക്കും പോകുന്നത്, ഏകദേശം ഒരു 50 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിരിക്കും പോകുന്നത്. അന്നേരം അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എ സിക്ക് കൂടുതൽ കട്ട് ഓഫ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ കട്ട് ഓഫ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ റേഡിയേറ്റർ ഫാൻ വരുന്നത് ഇപ്പോഴത്തെ വാഹനങ്ങൾക്കെല്ലാം ഒറ്റ ഫാൻ ആയിരിക്കും വരുന്നത്. എന്നാൽ നേരത്തെ വാഹനങ്ങളിൽ ചില പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങൾക്കെല്ലാം 2 ഫാൻ വരുന്നുണ്ട്. ഒന്ന് റേഡിയേറ്ററിൻ്റെ ഫാനും ഒന്ന് കണ്ടൻസർ തണുപ്പിക്കാൻ വേണ്ടി ഫാൻ. ഈ കണ്ടൻസർ തണുപ്പിക്കുന്ന ഈ കണ്ടൻസർ എന്ന് പറയുന്നതാണ് എ സിയുടെ യൂണിറ്റ്. ഈ കണ്ടൻസർ തണുക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ അകത്തുള്ള കൂളിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീഡിൽ പോകുന്ന സമയത്ത് ഫാൻ വലിച്ചെടുക്കുന്നതിൽ കഴിഞ്ഞും കൂടുതൽ എയർ ആയിരിക്കും പുറമേ നിന്ന്, അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ നേരം നമ്മുടെ എ സിയുടെ കംപ്രസർ ഓൺ ചെയ്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ എ സിയുടെ കംപ്രസർ കട്ട് ഓഫ് ആകുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ലോഡ് കുറയ്ക്കാൻ സാധിക്കും. അതായത് എഞ്ചിന് വരുന്ന ലോഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് എഞ്ചിന് കൂടുതൽ ലോഡ് വരുന്നത് എ സി കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കിംഗ് ആയിരിക്കും. കട്ട് ഓഫിങ് കുറച്ച് കുറയും, കമ്പാരിറ്റീവ്ലി കുറച്ച് കുറയും. അങ്ങനെ വരുന്ന സമയത്താണ് ശരിക്കും നമ്മൾ സിറ്റി ഡ്രൈവിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈലേജിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. അതേ സ്ഥാനത്ത് എ സി ഇടാതെ സിറ്റി ഡ്രൈവിൽ ഓടാം, എ സി ഇട്ടുകൊണ്ട് ഹൈവേസിൽ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു നടപടിയായിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിറ്റിയൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിനകത്തോട്ട് പൊടിയും പുകയും എല്ലാം അടിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, സിറ്റീസിൽ ഓടുകയാണെങ്കിൽ പോലും എ സി ഇട്ട് തന്നെ ഓടുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്രധാന കാര്യം. കാരണം സിറ്റിയിൽ ഓടുന്ന സമയത്ത് നമുക്ക് അധികം സ്പീഡിൽ ഓടാൻ സാധിക്കത്തില്ല. ഈ ഫാൻ തന്നെ, അതായത് റേഡിയേറ്റർ ഫാൻ വലിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു എയർ തന്നെയായിരിക്കും നമ്മുടെ എ സിയുടെ കട്ട് ഓഫിങ്ങിൻ്റെ ഡിഫറൻസ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാര്യം. പിന്നെ നമ്മൾ ഈ ഓടുന്നതിനനുസരിച്ച് സിറ്റിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് നേരം നിർത്തിയിടുന്ന സമയത്ത് അകത്തോട്ടുള്ള ടെമ്പറേച്ചർ, അതായത് തണുപ്പ് കുറേ കൂടുതൽ വേണ്ടി വരും. അങ്ങനെ വേണ്ടി വരുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ കൂടുതൽ നേരം നമ്മുടെ കംപ്രസർ കറങ്ങുകയാണ്. അതുകൊണ്ടാണ് മൈലേജിന് ഡ്രോപ്പ് ഉണ്ടാകുന്നത്.